നമസ്കാരം. വളരെ വ്യത്യസ്തമായ പുതിയൊരു അറിവിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളിലേക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കടന്നു വരുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ, പ്രതികൂലമായിട്ടുള്ള ചിന്തകളെ ഇല്ലായ്മ ചെയ്യുന്നത് എന്ന്. ഈ വിഷയത്തെക്കുറിച്ച് ഇതിനു മുൻപും മറ്റു ചില ടെക്നിക്കുകൾ, മറ്റു ചില ട്രിക്കുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ ഐ ബോക്സിൽ വരും. അതേ വിധത്തിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇന്ന് ഈ വീഡിയോയിലൂടെ നെഗറ്റീവ് ചിന്തകളെ ഇല്ലായ്മ ചെയ്യാൻ സഹായിക്കുന്ന വളരെയധികം ഫലപ്രദമായ പുതിയൊരു ടെക്നിക്ക് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്തിനാണ് എൻ്റെ കയ്യിൽ ഈ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിരിക്കുന്നത് എന്ന്. അതിന് ഒരു കാരണമുണ്ട്, അത് പോകുന്ന വഴിക്ക് പറയാം. നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് വരുതിയിൽ വരുത്താൻ സാധിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിൽ ചിന്തകളെയും മനസ്സിനെയും എല്ലാം കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നുള്ള അന്വേഷണം പുരാതന കാലം മുതൽ തന്നെ മനുഷ്യൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ധാരാളം മാർഗങ്ങൾ നിലവിലുണ്ട്. യോഗ, മെഡിറ്റേഷൻ, പ്രാണായാമം, അതേ വിധത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ടെക്നിക്കുകൾ, ഇതെല്ലാം നിലവിലുണ്ട്. പക്ഷേ എന്തെല്ലാം ഉണ്ടെങ്കിലും ശരി, മനസ്സ് എന്ന് പറയുന്ന കുരങ്ങൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില്ലകളിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കും. അതിനെ പിടിച്ചു കുലുക്കും, മാന്തും, പല വിധത്തിലുള്ള കുസൃതികളും പല വിധത്തിലുള്ള വികൃതികളും കാട്ടിക്കൊണ്ടേയിരിക്കും. അത് അവൻ്റെ സവിശേഷത തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കുരങ്ങനെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്? ഈ ഒരു കാര്യത്തിൽ വിശദമായിട്ടുള്ള പഠനം നടത്തുന്നതിന് വേണ്ടി കുറേയധികം സൈക്കോളജിസ്റ്റുമാർ തീരുമാനിച്ചു. അവർ വളരെ കൗതുകകരമായിട്ടുള്ള ഒരു പരീക്ഷണമാണ് നടത്തിയത്. അവർ ചെയ്തത് കമ്പി അഴികളുള്ള വലിയൊരു കൂട് ആദ്യം ഉണ്ടാക്കി. അതിലേക്ക് 4 കുരങ്ങന്മാരെ അടച്ചു. ഈ 4 കുരങ്ങന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി നമുക്ക് പേരുകൾ കൊടുക്കാം. A, B, C, D, ഇങ്ങനെ 4 കുരങ്ങന്മാരെ ഈ കൂട്ടിലടച്ചു. അതിനുശേഷം അവർ ചെയ്തത്, ഈ കൂട്ടിൻ്റെ പല ഭാഗത്തായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള എന്നാൽ കുരങ്ങന്മാർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട കുറേയധികം ഭക്ഷണ പദാർത്ഥങ്ങൾ സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ കൂട്ടിൻ്റെ മുകളിലൊരു സ്ഥലത്ത് വളരെയധികം പഴുത്ത രുചികരമായിട്ടുള്ള ഒരു വാഴക്കുലയും കെട്ടിത്തൂക്കിയിട്ടു. സ്വാഭാവികമായിട്ടും കുരങ്ങന്മാർ ഈ ഭക്ഷണങ്ങളെല്ലാം കഴിക്കാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ ഇതിലെ ഒരു കുരങ്ങൻ ഈ വാഴപ്പഴത്തിലേക്ക് ചാടി. വാഴപ്പഴത്തിൽ പിടിച്ച അതേ നിമിഷം തന്നെ പുറത്ത് കാത്തു നിന്ന മനഃശാസ്ത്രജ്ഞർ ഈ കുരങ്ങുകളുടെ എല്ലാം ശരീരത്തിലേക്ക് വളരെയധികം തണുത്ത വെള്ളം ശക്തമായിട്ട് ചീറ്റിക്കാൻ തുടങ്ങി. എങ്ങനെ? ഈ പഴക്കുലയിൽ പിടിച്ച ആ കുരങ്ങനെ മാത്രമല്ല, എല്ലാ കുരങ്ങന്മാരെയും A, B, C, D എന്ന് പറയുന്ന ഈ 4 കുരങ്ങന്മാരുടെയും ശരീരത്തിലേക്ക് വളരെയധികം തണുത്ത വെള്ളം ശക്തമായിട്ട് ചീറ്റിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ഈ പഴക്കുലയിൽ പിടിച്ച കുരങ്ങൻ താഴേക്ക് ചാടി. പക്ഷേ കുരങ്ങന്മാരല്ലേ, അവരാ ശ്രമം ഉപേക്ഷിക്കില്ലല്ലോ. ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അതേ കുരങ്ങനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കുരങ്ങോ സാവധാനം പഴക്കുലയിലേക്ക് ചാടി. പഴക്കുലയെ പിടിച്ച അതേ നിമിഷം തന്നെ വീണ്ടും ഈ ശാസ്ത്രജ്ഞർ ഇതേ പ്രവൃത്തി ചെയ്തു. അതായത് ഈ തണുത്ത വെള്ളം അതിശക്തമായിട്ട് എല്ലാ കുരങ്ങുകളുടെയും ദേഹത്തേക്ക് ചീറ്റിക്കാൻ തുടങ്ങി. എപ്പോഴെല്ലാം ഏതൊരു കുരങ്ങൻ പഴക്കുലയിൽ പിടിച്ചാലും ശരി, അതേ സമയം തന്നെ ഈ ശാസ്ത്രജ്ഞർ ഈ തണുത്ത വെള്ളം അതിശക്തമായിട്ട് എല്ലാ കുരങ്ങന്മാരുടെയും ശരീരത്തിലേക്ക് ചീറ്റിക്കുന്നത് ഒരു പതിവായിട്ട് മാറി. അതോടുകൂടി ഈ കുരങ്ങന്മാർ സാവധാന ശ്രമം ഉപേക്ഷിച്ചു. പിന്നെ ആരും പഴക്കുലയുടെ അടുത്തേക്ക് പോകാറേയില്ല. യാദർശികമായിട്ട് ഏതെങ്കിലും ഒരു കുരങ്ങൻ പഴക്കുലയുടെ അടുത്തേക്ക് പോയാൽ തന്നെ മറ്റു 3 കുരങ്ങന്മാർ ചേർന്ന് അവനെ ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കും, അവനെ വലിച്ചു താഴേക്ക് തള്ളിയിടും. കാരണം എന്താ? ഒരു കുരങ്ങനാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ പോലും അതിൻ്റെ ശിക്ഷ എല്ലാവരും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് അവനെ ആ പ്രവൃത്തി ചെയ്യാൻ മറ്റുള്ളവർ അനുവദിക്കാത്ത ഒരവസ്ഥയിലേക്ക് മാറി. അതുകൊണ്ട് തന്നെ പഴക്കുല മാത്രം അവിടെ വളരെ സ്വതന്ത്രമായിട്ട് നിന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ശാസ്ത്രജ്ഞന്മാർ ഇതിൽ A എന്ന് പറയുന്ന കുരങ്ങനെ മാറ്റി. പകരം പുതിയ ഒരു കുരങ്ങനെ ഈ കൂട്ടിലേക്ക് അവരടച്ചു. സ്വാഭാവികമായിട്ടും പുതിയ കുരങ്ങൻ ഇവിടുത്തെ ചിട്ടവട്ടങ്ങളൊന്നും അറിയില്ലല്ലോ. അവൻ വന്ന് ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിച്ചു. കൂട്ടത്തിൽ അവൻ മുകളിലത്തെ ആ കുലയിലേക്ക് ചാടി. മുകളിലേക്ക് ചാടിക്കഴിഞ്ഞപ്പോഴേക്കും ഈ മനഃശാസ്ത്രജ്ഞർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ആരാ ചെയ്തത്? B, C, D എന്ന് പറയുന്ന 3 കുരങ്ങന്മാർ ചേർന്ന് പുതുതായിട്ട് വന്ന കുരങ്ങനെ വലിച്ച് താഴെ തള്ളിയിട്ടു. പുതിയ കുരങ്ങന് കാര്യം ഒന്നും മനസ്സിലായില്ല.
പക്ഷേ അവന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എപ്പോഴെല്ലാം അവൻ ഈ പഴക്കുലയിലേക്ക് ചാടുന്നോ അപ്പോഴെല്ലാം ഈ 3 കുരങ്ങന്മാർ ചേർന്ന് അവനെ വലിച്ച് താഴെ തള്ളിയിട്ടുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആ ശ്രമം ഉപേക്ഷിച്ചു. അവനും നല്ല കുട്ടിയായി. മറ്റ് ഭക്ഷണപദാർത്ഥങ്ങളിൽ നിന്ന് അവൻ വിശപ്പടക്കി വളരെ സന്തോഷമായിട്ട് ആ കൂട്ടിലെ ഒരംഗമായിട്ട് മാറി. അപ്പോഴേക്കും ഈ ശാസ്ത്രജ്ഞന്മാർ ഇതിൽ നിന്ന് ഒരു പഴയ കുരങ്ങനെ, അതായത് ബി എന്ന് പറയുന്ന കുരങ്ങനെ പുറത്താക്കി പകരം പുതിയ ഒരു കുരങ്ങിനെ കൂട്ടിലേക്കാക്കി. ഈ പുതിയ കുരങ്ങും വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൻ മറ്റ് ഭക്ഷണപദാർത്ഥങ്ങൾ കഴിച്ചതിനൊപ്പം തന്നെ ഈ പഴക്കുലയിലേക്ക് ചാടി. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ആദ്യം ആ കൂട്ടിലുണ്ടായിരുന്ന പുതിയ കുരങ്ങനടക്കം, അതായത് 5ാമത് വന്ന ആ കുരങ്ങനടക്കമുള്ള മറ്റ് 3 പേരും ചേർന്ന് അവനെ വലിച്ച് താഴത്തേക്ക് തള്ളിയിട്ടു. അവനും കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ അവന് മനസ്സിലായ ഒരു കാര്യം, എപ്പോഴെല്ലാം അവൻ മുകളിലേക്ക് ചാടുന്നോ അപ്പോഴെല്ലാം മറ്റ് 3 കുരങ്ങന്മാരും ചേർന്ന് അവനെ താഴേക്ക് തള്ളിയിട്ടുകൊണ്ടേയിരുന്നു. കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോഴേക്കും അവനും പൂർണ്ണമായിട്ടും ആ സംഘത്തോടൊപ്പം ചേർന്നു. അതായത് അവനും പഴക്കുലയിലേക്ക് ചാടുന്ന ആ ഒരു പതിവ് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു. ഇത് ബോധ്യമായി കഴിഞ്ഞപ്പോഴേക്കും ഈ ശാസ്ത്രജ്ഞന്മാർ ആ കൂട്ടിലുണ്ടായിരുന്ന ഒരു പഴയ കുരങ്ങനെ, അതായത് സി എന്ന് പറയുന്ന കുരങ്ങനെ മാറ്റി പുതിയ ഒരു കുരങ്ങിനെ കൊണ്ടുവന്നിട്ടു. ആദ്യം 2 പ്രാവശ്യം ആവർത്തിച്ച അതേ കാര്യം തന്നെ 3ാമതും ആവർത്തിച്ചു. 3ാമത്തെ കുരങ്ങനും കൂട്ടിലെ ചിട്ടവട്ടങ്ങളെല്ലാം പഠിച്ച് നല്ല കുട്ടിയായി കഴിഞ്ഞു. അതായത് അവനും പഴക്കുലയിലേക്ക് ചാടുന്ന സ്വഭാവം ക്രമേണ ഉപേക്ഷിച്ചു. പഴക്കുല വളരെ സ്വതന്ത്രമായിട്ട് അവിടെ തന്നെ നിന്നു. അപ്പോഴേക്കും അവർ 4ാമത്തെ കുരങ്ങനെയും കൂട്ടിലൊന്ന് മാറ്റി, അതായത് ഡി എന്ന് പറയുന്ന കുരങ്ങനെയും കൂട്ടിലൊന്ന് മാറ്റി പുതിയ കുരങ്ങനെ ഇട്ടു. പുതിയ കുരങ്ങൻ കൂട്ടിലേക്ക് വന്നപ്പോഴും ആദ്യം 3 പ്രാവശ്യം സംഭവിച്ച അതേ കാര്യം തന്നെ 4ാമത്തെ പ്രാവശ്യവും സംഭവിച്ചു. അവൻ പഴക്കുലയിലേക്ക് ചാടുമ്പോഴെല്ലാം ആദ്യത്തെ 3 കുരങ്ങന്മാർ അവനെ താഴേക്ക് വലിച്ചു തള്ളിയിട്ടു. അവനും കാര്യം എന്താണെന്നറിയില്ല. പക്ഷെ ക്രമേണ അവനും ആ സംഘത്തിലൊരാളായിട്ട് മാറി. അവർ വീണ്ടും ഇതേ പരീക്ഷണം ആവർത്തിച്ചു. ഇതിൽ ആദ്യത്തെ കുരങ്ങനെ മാറ്റിയിട്ട് പുതിയ ഒരു കുരങ്ങനെ കൂട്ടിലേക്ക് കൊണ്ടുവന്നു. നേരത്തെ സംഭവിച്ച അതേ കാര്യം തന്നെ അവിടെ ആവർത്തിക്കപ്പെട്ടു. പക്ഷേ രസകരമായിട്ടുള്ളൊരു വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ആദ്യമുണ്ടായ ആ തണുത്ത വെള്ളം ചീറ്റിക്കുന്ന അനുഭവം ഉള്ള ഒരു കുരങ്ങൻ പോലും ആ സമയം ആ കൂട്ടിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇവർക്കറിയില്ല എന്തിനാണ് മുകളിലേക്ക് ചാടുന്നവനെ താഴേക്ക് വലിച്ചിടുന്നത് എന്ന്. കാര്യം മനസ്സിലായോ? ആദ്യം ഉണ്ടായിരുന്ന കുരങ്ങന്മാർ അവരവരുടെ അനുഭവം കൊണ്ടാണ് ചെയ്തിരുന്നത്. ശരിയല്ലേ? ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് എല്ലാവർക്കും ശിക്ഷ കിട്ടിയിരുന്നു. ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അവർ പഴക്കുലയിലേക്ക് ചാടിയിരുന്ന കുരങ്ങനെ വലിച്ച് താഴത്തേക്ക് തള്ളിയിട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കുരങ്ങന് പോലും അറിയില്ല എന്തിനാണ് തങ്ങൾ പഴക്കുലയിലേക്ക് ചാടുന്ന കുരങ്ങനെ താഴേക്ക് വലിച്ച് തള്ളിയിടുന്നത് എന്ന്. അതായത് അവരുടെ മനസ്സുകളെല്ലാം ഒരു പ്രത്യേക വിധത്തിൽ കണ്ടീഷൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഈ കുരങ്ങന്മാർക്ക് സമാനമാണ് നമ്മുടെ മനസ്സ് എങ്കിൽ, ഇതേ കുരങ്ങന്മാർ എങ്ങനെയാണോ കൃത്യമായിട്ട് കണ്ടീഷൻ ചെയ്തത്, അതായത് ഈ കുരങ്ങന്മാർ ഒരു പ്രത്യേക ഭാഗത്തേക്ക് ചാടരുത് എന്ന് എങ്ങനെയാണോ പരിശീലിപ്പിച്ചത്, അതിന് സമാനമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെയും കൃത്യമായിട്ട് പരിശീലിപ്പിക്കാം. എങ്ങനെ? വളരെ ചെറിയ ഒരു ശിക്ഷയിലൂടെ. നോക്കൂ, നമ്മളെല്ലാം ചെറിയ കുട്ടികളായിരുന്നപ്പോൾ ചില വികൃതികളെല്ലാം ചെയ്തിരുന്ന സമയത്ത് നമ്മുടെ മാതാപിതാക്കൾ, അധ്യാപകർ നമ്മളെ ഏതെല്ലാം വിധത്തിലാണ് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചിരുന്നത്? അവരാദ്യം വളരെ സ്നേഹപൂർണ്ണമായിട്ടുള്ള ഉപദേശങ്ങളിലൂടെ, പിന്നെ കുഞ്ഞു കുഞ്ഞു ശാസനകളിലൂടെ, പിന്നെ കുറച്ചുകൂടി ശബ്ദത്തിലുള്ള വഴക്ക് പറയലുകളിലൂടെ, പിന്നെയോ ശരീരം വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള ചെറിയ ചെറിയ ശിക്ഷാവിധികളിലൂടെ. സാമം, ദാനം, ഭേദം, ദണ്ണം എന്നെല്ലാം പറയുന്നതിന് സമാനമായിട്ടല്ലേ? ഇനി നമുക്കെങ്ങനെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകളെ, അല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാത്ത, നമ്മൾ ആഗ്രഹിക്കാതെ കടന്നെത്തുന്ന ചിന്തകളെ നമുക്ക് മാറ്റിയെടുക്കാം എന്ന് നോക്കാം. അതിന് ചെയ്യേണ്ടത് ഈ വിധത്തിൽ ഒരു റബ്ബർ ബാൻഡ് എടുക്കുക. ഈ വിധത്തിലൊരു റബ്ബർ ബാൻഡ് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കൈത്തണ്ടയ്ക്ക് പാകമായിട്ടുള്ളത്, അതായത് ഒരുപാട് ഇറുകി കിടക്കുന്നതാവരുത്, വളരെ ലൂസായിട്ട് വളരെ ഫ്രീ ആയിട്ട് കിടക്കുന്നതായിരിക്കണം. ഒരുപാട് ഇറുകി കിടക്കുന്നതാണ് എങ്കിൽ ഒരു പക്ഷേ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് നടന്നു എന്ന് വരില്ല. ഇത് എനിക്ക് കൃത്യമായിട്ട് പാകത്തിനുള്ള ഒരെണ്ണം സംഘടിപ്പിക്കാൻ തൽക്കാലം സാധിക്കാത്തതുകൊണ്ട് മാത്രം ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവരവരുടെ കൈത്തണ്ടയ്ക്ക് പാകമായിട്ടുള്ള ഒരു റബ്ബർ ബാൻഡ് ഇതേ വിധത്തിൽ ഇട്ട് വെച്ചേക്കുക. അത് വലത് കൈയിലാകാം, ഇടത് കൈയിലാകാം, എവിടെയും ആകാം. നമ്മുടെ വാച്ചിനോട് ചേർന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കളറിൽ ഇട്ട് കഴിഞ്ഞാൽ പുറമേ ആരും അത് അറിയാനും പോകുന്നില്ല.
എന്തു തന്നെയായാലും ഇത് കൃത്യമായിട്ട് സ്ഥിരമായിട്ട് അവിടെ ഇട്ട് വെച്ചേക്കുക. അതിനുശേഷം ചെയ്യേണ്ടത്, എപ്പോഴെല്ലാമാണോ നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാത്ത, നമ്മൾ ഇഷ്ടപ്പെടാത്ത, നമ്മളെ വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള ചിന്തകൾ എപ്പോഴെല്ലാമാണോ കടന്നു വരുന്നത്, അപ്പോഴെല്ലാം ചെയ്യേണ്ടത് ഇതിനെ സാവധാനം ഒന്നിങ്ങനെ വലിക്കുക. ഒരുപാടൊന്നും വലിക്കണ്ട, എന്നിട്ട് ഒന്ന് വിട്ടേക്കുക. അതായത് ആ സമയത്ത് ചെറിയൊരു വേദന ഉണ്ടാകും. സഹിക്കുന്ന വേദന മതി കേട്ടോ, അവരവർക്ക് സഹിക്കാൻ പറ്റുന്ന വേദന. അതല്ലാതെ ഇതിങ്ങനെ വലിച്ചു വിട്ട് അയ്യോ എന്ന് നിലവിളിച്ച് ആളുകളെ പേടിപ്പിക്കുകയൊന്നും വേണ്ട, സ്വയവും പേടിക്കണ്ട. എന്തായാലും അത്യാവശ്യം ഒരു വേദന കിട്ടുന്ന വിധത്തിൽ ഇതൊന്ന് ചെയ്യുക. എപ്പോഴെല്ലാമാണോ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കടന്നു വരുന്നത്, ആ സമയത്തെല്ലാം ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന പ്രതികൂല ചിന്തകളുടെ ഫ്രീക്വൻസി, അതായത് ആ കടന്നുവരവിൻ്റെ എണ്ണം സാവധാനം കുറഞ്ഞു വരും. കാരണം നമ്മുടെ ശരീരത്തിനും മനസ്സിനുമെല്ലാം ബോധ്യമാകും എപ്പോഴാണിത് ഈ വേദന കിട്ടുന്നത്, പ്രതികൂലമായിട്ടുള്ള ചിന്തകൾ കടന്നു വരുമ്പോൾ. നമ്മളെ ചിന്തകളിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ മനസ്സ് അല്ലെങ്കിൽ ബ്രെയിൻ മാത്രമല്ല ഉണ്ടാക്കുന്നത്. അതിലേക്കുള്ള വിത്ത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊടുക്കുന്നുണ്ട്. ചില കാഴ്ചകളിലൂടെ, കേൾവികളിലൂടെ, രുചിയിലൂടെ, സ്പർശനത്തിലൂടെ, ഗന്ധത്തിലൂടെ പഞ്ചേന്ദ്രിയങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പെയിൻ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു നിൽക്കാൻ, അഥവാ ഇതിന് ആനുപാതികമായിട്ടുള്ള ഒരു കാര്യത്തെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കണ്ടെത്തിയാൽ പോലും ബ്രെയിനിനെ അറിയിക്കില്ല. കാരണം അറിയിച്ചു കഴിഞ്ഞാൽ വേദനിക്കും എന്നുള്ള ഉറപ്പുണ്ട്. ഈ വേദന ആർക്കെല്ലാമാ കിട്ടുന്നത്? മനസ്സിന് മാത്രമാണോ? അല്ല, ശരീരത്തിന് മുഴുവൻ കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മുടെ കുരങ്ങന്മാർക്ക് സംഭവിച്ചതിന് സമാനമായിട്ട് തന്നെ ഇത് സംഭവിക്കും. ഇത് കാലാകാലം ചെയ്യണോ? വേണ്ട. കുറച്ചു കാലം കൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് ഇതിനാനുപാതികമായിട്ട് പാകപ്പെട്ട് കഴിയും. മനസ്സിനും ചിന്തകൾക്കും ശരീരത്തിനുമെല്ലാം കൃത്യമായിട്ട് ബോധ്യപ്പെടും. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിലേക്ക് വന്നാൽ, മനസ്സിലേക്ക് കൊടുത്താൽ വേദന കിട്ടും, ശിക്ഷ കിട്ടും എന്നവന് ബോധ്യപ്പെട്ട് കഴിയുന്നതോടുകൂടി സാവധാനം അവൻ ആ പ്രവൃത്തിയിൽ നിന്നും പിന്മാറും. ആർക്കും എപ്പോഴും എവിടെ വെച്ചും ചെയ്യാവുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ടെക്നിക്കാണിത്. ഈ ഒരു ടെക്നിക്ക് ജസ്റ്റ് ഇപ്പോൾ മനസ്സിൽ ഒന്ന് ഇമാജിൻ ചെയ്യുക, മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോയുടെ ചുവട്ടിൽ ഇപ്പോൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേ വിധത്തിൽ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ലോ ഓഫ് അട്രാക്ഷൻ സംബന്ധിച്ച വളരെ കൃത്യമായിട്ടുള്ള, വളരെയധികം സമഗ്രമായിട്ടുള്ള, ആധികാരികമായിട്ടുള്ള ഓൺലൈൻ പരിശീലനങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ 7736298611 എന്നുള്ള ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങളെ അറിയിക്കാം. ഉപകാരപ്രദങ്ങളായിട്ടുള്ള ഇത്തരം അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതാത് വീഡിയോകൾ വളരെ വേഗം നിങ്ങൾക്ക് കിട്ടാൻ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. വളരെ വ്യത്യസ്തമായ മറ്റൊരറിവുമായി പുതിയൊരു അധ്യായത്തിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ.